നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് നീലക്കുറിഞ്ഞി വസന്തം കാണാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം നിർമ്മല സിറ്റിയാണ്. ഇവിടെ നിന്നും മേളിലേക്ക് പോകുമ്പോൾ കല്യാണത്തണ്ട് മലയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ ഒരു നീലക്കുറിഞ്ഞി വസന്തം കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലും അവിടെ ചെന്ന് ഒത്തിരി റീൽസൊക്കെ എടുക്കാനും ഒക്കെ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങളിത് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ കണ്ടില്ലേ, അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ. നല്ല വെയിലുള്ള ദിവസം തന്നെയായിരുന്നു. അതുകൊണ്ട് മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടുകൂട്ടി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പൊക്കത്തേക്ക് പോവുക. കണ്ടില്ലേ, ആ ഒരു മലച്ചെരുവുകളൊക്കെ കണ്ടില്ലേ, ആ ഒരു മലയുടെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കുറിഞ്ഞിപ്പൂ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യഥാർത്ഥത്തിൽ നീലക്കുറിഞ്ഞിയല്ല, ഇത് നീലക്കുറിഞ്ഞിയുടെ തന്നെ വേറൊരു വേഷനാണ്. അപ്പം നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, 2-3 ഇനമുണ്ട്. അപ്പോൾ ഈ ഒരുപാട് നിരന്ന് നീലക്കുറിഞ്ഞി നിൽക്കുന്ന ചില പ്രദേശമുണ്ട്. ആ നീലക്കുറിഞ്ഞി അല്ലത്, ഇത് ഇടവിട്ടിടവിട്ട് പൂക്കുന്ന ഒരു നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 2-3 ഇനമുണ്ടെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കല്യാണത്തണ്ട് മലമുകളിൽ പൂത്തിരിക്കുന്ന നീലക്കുറിഞ്ഞി ഇടവിട്ട് പൂക്കുന്ന, അതായത് കൂട്ടമായിട്ടല്ല. അത് കൂട്ടമായിട്ടല്ല ഇത് നമ്മൾ കാണപ്പെടുന്നത്. സത്യത്തിൽ ഇത് അവിടെ ഇവിടെയൊക്കെ കൂടി കൂടി നിൽക്കുന്ന ചെടികളിൽ ഉണ്ടാകുന്നു. മറ്റേ നീലക്കുറിഞ്ഞി നമ്മൾ മൂന്നാർ സൈഡിലൊക്കെ കാണുന്ന നീലക്കുറിഞ്ഞി മുഴുവനായിട്ടും ആ മലയിൽ ഇങ്ങനെ നിരന്ന് പൂക്കുന്നതാണ്. പക്ഷെ ഇത് അവിടെ ഇവിടെയൊക്കെ കൂട്ടമായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു കുറിഞ്ഞിയാണിത്. ഏതായാലും നീലക്കുറിഞ്ഞി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, നീലക്കുറിഞ്ഞി തന്നെയാണ്. ഇതിന്റെ 2-3 തരം ഉണ്ടെന്നേ ഉള്ളൂ, അതിലൊരു തരമാണിത്. അതെ. അപ്പം മാത്രമല്ല, ഈ കല്യാണത്തിൻ്റെ മുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഈ നീലക്കുറിഞ്ഞിയേക്കാൾ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഇടുക്കി ഡാമിലെ ആ ജലമൊക്കെയാണ്. ഇടുക്കി ഡാമിൽ പരന്നു നിൽക്കുന്ന ജലവും, അതുപോലെ അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ഇടുക്കി ഡാമിലെ വെള്ളം അഞ്ചുരുളിയിലെ ടണലിന്റെ മുകളിലാണ് ഉള്ള മലയിലാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ എന്തേ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ഇറങ്ങി അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ പോകും, പക്ഷെ റിസ്ക് എടുത്ത് നമ്മൾ പോകണ്ടെന്ന് ഓർത്തിട്ടാണ്. 10-30 മീറ്റർ മാത്രം നമുക്ക് നടന്നാൽ മതി. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ സേഫ്റ്റി ആയിട്ട് അവിടെ സൈഡിൽ ഒതുക്കിയിട്ട് ഒരു 30 മീറ്റർ ബൈക്കിലൊക്കെ വരുന്നവര് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു 30 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ വലിയ മടുപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ എവിടെയാ നമ്മൾ പണ്ട് പോയില്ലേ, ഏത് സ്ഥലത്തിന്റെ പേര്, മൂന്നാർ പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് വലിയ മലയൊക്കെ ചവിട്ടി. അവിടെ ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ പോയപ്പോഴാണ് മലയെ കയറി ഒരുപാട് മലയും ചെളിയും ഒക്കെ ആയിട്ട് പോയി. പക്ഷെ കാണാൻ ഒരുപാട്, അതാണ് അവിടെയാണ് യഥാർത്ഥ നീലക്കുറിഞ്ഞി, കൂട്ടമായിട്ട് പൂക്കുന്ന നീലക്കുറിഞ്ഞി ഉള്ള സ്ഥലം ആ മൂന്നാറിലായിരുന്നു. പക്ഷേ ഇവിടെ ഇടവിട്ട് പൂക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്തായാലും യാത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മാത്രമല്ല, ഒരു 30 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നീലക്കുറിഞ്ഞി പൂക്കുന്നുണ്ടെന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതിനു മുമ്പ് പൂത്തിട്ടുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഒത്തിരി ജനങ്ങൾ ഇത് അറിയപ്പെടുകയും അവിടെ എത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാവരും പറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ആ നീലക്കുറിഞ്ഞിയുടെ ആ മനോഹര ദൃശ്യങ്ങൾ കാണാം. അതുപോലെ അതിലുപരി ഇടുക്കി ഡാമിലെ ജലം നിറഞ്ഞു നിൽക്കുന്ന ഇതാണ് ഇടുക്കി ഡാമിലെ ജലം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനോഹര ദൃശ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അഞ്ചുരുളിയാണ് അത്. അഞ്ചുരുളിയുടെ മേളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു മരത്തില് ഇലയൊന്നും ഇല്ലായിരുന്നു. അപ്പം ചേട്ടായി അതിന്റെ ഇടഭാഗത്തുകൂടി ചെന്ന് പിടിച്ചതാണ് കേട്ടോ. ഏതായാലും നല്ല ഭംഗിയായിരുന്നു. വെയിലുള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയായിരുന്നു ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ, അത്രയ്ക്ക് രസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്തൊന്നും നീലക്കുറിഞ്ഞി പൂത്തിട്ടില്ല, ഇതിന്റെ അപ്പുറ ഭാഗത്താണ് നീലക്കുറിഞ്ഞി പൂത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ആ ഒരു മനോഹര ദൃശ്യങ്ങളൊക്കെ പകർത്തി അങ്ങ് പോകാന്ന് ഓർത്തു. കണ്ടില്ലേ, ഇത് കുറച്ച് ഇടവഴിയാണ്, ഇതിലൂടെ അങ്ങ് മേളിലേക്ക് കയറി പോകണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് കാണുമ്പോൾ വലിയ കയറ്റമൊക്കെയാണ്, പക്ഷെ ഒത്തിരി റിസ്ക് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ നീലക്കുറിഞ്ഞി പൂത്തിരിക്കുന്ന സ്ഥലമൊക്കെ ഇപ്പോൾ കാണിക്കാം കേട്ടോ. എന്തായാലും മനോഹരമാകുന്ന മേഘങ്ങൾ, നീലാകാശവും അതുപോലെ മഴയില്ലാത്ത, മഴ മാറി നിൽക്കുന്ന നല്ല സൗന്ദര്യം, നയന മനോഹരമാകുന്ന അന്തരീക്ഷമൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജലവും അഞ്ചുരുളി തടാകവും ഒക്കെയാണ്. നമ്മൾ
നീലക്കുറിഞ്ഞി കാണാൻ പോകുമ്പോൾ നീലക്കുറിഞ്ഞി മാത്രമല്ല ഇവിടെ കാണുന്നത്, ഈ ഒരു പ്രദേശവും അതുപോലെ ആ ഒരു പാറക്കെട്ടുകളും താഴത്തെ നമ്മുടെ അഞ്ചുരുളി തടാകവും എല്ലാം കൊണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ്. ഇടുക്കിക്കാരായ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് അഹങ്കരിക്കാൻ വേണ്ടത്? അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇവിടെയൊക്കെ ഉരുള് പൊട്ടുന്ന സ്ഥലമാണ്. ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഉരുളുപൊട്ടൽ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു പേടിയൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തിൻ്റെ താഴേക്കൊന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ താഴേക്ക് കാണുന്നത് നമ്മുടെ അഞ്ചുരുളി തടാകമാണ്. അപ്പോൾ ഇവിടെയൊക്കെ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ മഴയില്ലാത്ത സമയത്തൊക്കെ നോക്കിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പറയാൻ പറ്റില്ല കേട്ടോ, ഇപ്പോഴത്തെ കാലാവസ്ഥയായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഏതായാലും കണ്ടില്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന്. ഞാനിപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നിപ്പോയതാണ് കേട്ടോ. കാരണം ഈ പാറക്കെട്ടുകളായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ കയറുമ്പോഴേക്കും ഒന്ന് ചെറിയതായിട്ടൊക്കെ തെന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശീലമായ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ നാട്ടും പ്രദേശത്തു നിന്ന് വരുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പൊക്കത്തൊക്കെ കയറി ചെല്ലാനായിട്ട് കേട്ടോ. എങ്കിലും റിസ്ക് എടുത്താൽ എന്താ, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കില്ലേ? ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്ര നല്ലൊരു ഭൂമിയാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ലേ? കേരളത്തിൽ കിടക്കുന്ന നമുക്കും ഇതുപോലെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കില്ലേ? അപ്പോൾ ഏതായാലും ഞങ്ങൾ മേളിലേക്ക് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നീലക്കുറിഞ്ഞി ആകും എന്നൊക്കെ ഓർത്താണ് പോകുന്നത്. കാരണം നമുക്കും അറിയില്ല ഇത് കയറുമ്പം എവിടെയാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മളങ്ങ് കയറി പോയിട്ട് അപ്പം മേളിൽ ആ ഒരു ഭാഗത്തൊക്കെ ഒത്തിരി പേര് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ കുന്നിൻ്റെ ആ സൈഡിലാണ് നീലക്കുറിഞ്ഞി ഉള്ളത് എന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് അതുപോലെ പകുതി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് കയറി പോവുകയാണ്. അപ്പം നമുക്ക് നീലക്കുറിഞ്ഞി കണ്ടാലോ? അങ്ങനെ ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ വന്നു കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നീലക്കുറിഞ്ഞി. അപ്പോൾ ഏതായാലും എത്തി, ശ്വാസം പോലും കിട്ടുന്നില്ല പറയാൻ എന്നുള്ളതാണ് സത്യം. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞങ്ങോട്ട് കുളമാക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഇത് കണ്ട് വരുന്ന വഴിക്ക് തന്നെ അതിമനോഹരമായ കുറേ പാറകളും കുന്നും ഇത് കണ്ടില്ലേ? ഇതെവിടെ ചേട്ടാ? അഞ്ചുരുളി ആണ് ഈ കാണുന്നത്. എന്ത് രസം! ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് മേളിൽ പോയി ഫുള്ളായിട്ട് നീലക്കുറിഞ്ഞൊക്കെ കണ്ടിട്ട്, അത് നീലക്കുറിഞ്ഞല്ല, നീലക്കുറിഞ്ഞിയുടെ വേറൊരു പല സൈസ് നീലക്കുറിഞ്ഞുണ്ട്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങ് പിടിച്ചതാണ് കേട്ടോ. ഞങ്ങളങ്ങ് പറഞ്ഞതാണ്, മൈക്കൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഞങ്ങൾ വോയിസ് ഓവർ കൊടുത്തിടുന്നത്. മൈക്കൊക്കെ കൊണ്ടുപോകാത്തത് കൊണ്ട് നിങ്ങൾക്കും ശബ്ദം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാണ്ട് വരും. നമുക്കിതിങ്ങോട്ട് കയറുമ്പോൾ കുറച്ച് വഴുകലൊക്കെ ഉണ്ട് കേട്ടോ. കാരണം മഴയൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നതാണെങ്കിലും അതിലേക്കൂടെ ഒക്കെ വെള്ളം ഒലിച്ച് വന്നതിൻ്റെ ആ ഒരു തെന്നലൊക്കെ ഉണ്ട്. എങ്കിലും സാരമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് ഞങ്ങൾക്ക് പരിചിതമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിഷ്പ്രയാസം കയറി പോകും. പിന്നെ വേറെ ഉള്ളവർക്കൊന്നും നമുക്കറിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഇരുന്നും ഒക്കെ നിന്നും ഒക്കെ ആയിട്ട് അങ്ങ് പോകാം. കാരണം കുറേ കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. അപ്പോൾ ചേട്ടാട് പറഞ്ഞു, ചേട്ടാ ഇവിടെയൊക്കെ പിടിച്ചോ, വീഡിയോ ഒക്കെ പിടിക്കുക, ഞാൻ പതുക്കെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കുറച്ച് നേരം അങ്ങ് ഇരുന്നാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് മടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ലായിരുന്നു. കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇരുന്നോണ്ടാന്ന് തോന്നുന്നു. ഇപ്പം ഞാനങ്ങനെ വെളിയിലൊന്നും ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനാണ് സത്യം പറഞ്ഞാൽ മടുത്തത്. ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി. കണ്ടില്ലേ, അവിടെ ഇവിടെയും കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ കണ്ടോളി, ഇതാണ് ഞങ്ങളുടെ നീലക്കുറിഞ്ഞി. അപ്പം ദേ അടിപൊളിയല്ലേ ഈ നീലക്കുറിഞ്ഞിയും താഴത്തെ ആ ഒരു തടാകവും ഒക്കെ ആയിട്ട് നല്ല രസമില്ലേ കാണാൻ? കണ്ടില്ലേ, അത് ഞങ്ങൾ ഫിൽറ്റർ വെച്ചെടുത്തതായിരുന്നു. അപ്പോൾ ഇതാണ് ഒറിജിനൽ ആ ഒരു കളറായിട്ട് കാണുന്നത് കണ്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞില്ലായിരുന്നു അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ കൂടിയാണ് ഇത് നിൽക്കുന്നത് എന്ന്. അതുപോലെ അവിടെയും ഇവിടെയും കൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ മറ്റേ മൂന്നാറിലുള്ള നീലക്കുറിഞ്ഞി മൊത്തം ഇങ്ങനെ നിരന്നങ്ങോട്ട് പൂക്കും. എങ്കിലും ഇവിടെയും കുറേയധികം മുട്ടുകളൊക്കെ നിൽപ്പുണ്ട്. ഓണമൊക്കെ ആകാറാകുമ്പോഴും ഇവിടെ ഈ ഒരു കാഴ്ച കാണാം. അപ്പം വെക്കേഷനൊക്കെ ആകുമ്പം, ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ ആകുമ്പം എല്ലാവരും പോന്നോളിയും ഞങ്ങളുടെ ഇടുക്കിയിലേക്ക്. അടിപൊളിയാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി ആയിട്ടൊക്കെ വന്നോളി എല്ലാവരും. ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു നീലക്കുറിഞ്ഞിയുടെ ആ ഒരു മനോഹാരിതയും നമ്മുടെ അഞ്ചുരുളിയുടെ മനോഹാരിതയും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരണേ, മറക്കരുത് കേട്ടോ. എല്ലാവരും വന്ന് കണ്ടോളിയും. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം നമുക്ക് ഇതിലേക്കൂടെ നടന്ന് കുറച്ച്
വീഡിയോസൊക്കെ കാണാം. ഞാൻ വോയിസ് ഓവർ ഇപ്പം തൽക്കാലം നിർത്തുകയാണ്. അപ്പം കുറച്ച് നിങ്ങൾ ആസ്വദിച്ചങ്ങ് കാണി. അങ്ങനെ ഞങ്ങളുടെ നീലക്കുറിഞ്ഞി വസന്തമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നല്ല കാറ്റാണ്, നമ്മുടെയൊക്കെ പറന്നു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറേ അധികം കണ്ടു കാണും, കാരണം ഒത്തിരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതുവരെ നീലക്കുറിഞ്ഞി വസന്തം തീർന്നിട്ടില്ല. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരോ കേട്ടോ. പൂവൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ഓണസമയത്തൊക്കെ ഇവിടെ നന്നായിട്ട് ചിലപ്പോൾ പൂവായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക,